വെൽക്കം ടു മൂവി ബ്രാൻഡ്. കൊല്ലം സുധി വാഹനാപകടത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെയാണ് രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങിയത്. ആദ്യം റീൽസുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ രേണുവിനെ തേടി പതിയെ അവസരങ്ങൾ എത്താൻ തുടങ്ങി. വൈകാതെ ആൽബം ഷൂട്ടുകളിലും ഉദ്ഘാടന ചടങ്ങുകളിലുമൊക്കെ രേണുവായി താരം. ആദ്യം ചെറിയ തുകയ്ക്കാണ് രേണു ഫോട്ടോഷൂട്ടുകളിലും ഉദ്ഘാടന ചടങ്ങുകളിലും അഭിമുഖങ്ങളിലുമൊക്കെ പങ്കെടുത്തിരുന്നത്. അധികം വൈകാതെ ബിഗ് ബോസിൽ എത്തിപ്പെട്ടതോടെ രേണുവിന്റെ തലവര മാറി. ഇക്കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് രേണു സുധി എന്നത് ഒരു ബ്രാൻഡാക്കി താരം മാറ്റിയത്. ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന ലേബലിൽ ഒതുങ്ങിക്കഴിയാതെ തനിക്കിഷ്ടമുള്ള ജോലിയിലേക്ക് തിരിഞ്ഞ് ആഗ്രഹിച്ചതെല്ലാം ഓരോന്നായി സാധിച്ചെടുക്കാൻ രേണുവിന് കഴിയുന്നുണ്ട്. രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ 2ാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചത് കിച്ചുവായിരുന്നു. കഴിഞ്ഞ ദിവസം രേണുവിനെതിരെ കിച്ചു നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദങ്ങൾ ഉടലെടുക്കുവാൻ കാരണമായി. ഇപ്പോഴിതാ രേണു സുധി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വരുത്തിയ ചില മാറ്റങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പേര് രേണു സുധി എന്ന് മാറ്റി രേഷ്മ പി തങ്കച്ചൻ എന്നാണ് മാറ്റിയിരിക്കുന്നത്. അക്കൗണ്ട് ഔദ്യോഗികമായി വെരിഫൈഡ് ആയതോടെയാണ് ഈ പേര് മാറ്റം. എന്നാൽ അക്കൗണ്ടിന്റെ പേര് ഇപ്പോഴും രേണു സുധി എന്ന് തന്നെയാണ്. നേരത്തെ തന്റെ പേരിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിരുന്നു. രേണു സുധി എന്നത് യഥാർത്ഥ പേരല്ലെന്നും രേഷ്മ പി തങ്കച്ചൻ എന്നാണെന്നും പറഞ്ഞ് പലരും താരത്തെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തിയ സമയത്ത് ഒരു മത്സരാർത്ഥി താരത്തെ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. അന്നുയർന്ന ആ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ പേരുമാറ്റമെന്നാണ് രേണുവിന്റെ ആരാധകർ പറയുന്നത്. എന്നാൽ അക്കൗണ്ടിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്ന വേളയിൽ ഐഡിയിലുള്ള പേര് തന്നെ ചേർക്കണമെന്നതുള്ളതുകൊണ്ടാണ് ഈ പേരുമാറ്റം എന്ന വിമർശനം ഉയരുന്നുണ്ട്. 14 കോടിയിലധികം പേരാണ് 30 ദിവസത്തിനുള്ളിൽ തന്റെ അക്കൗണ്ട് സന്ദർശിച്ചത് എന്നുള്ള വിവരങ്ങളും രേണു പങ്കുവച്ചിരുന്നു. നിലവിൽ 4 ലക്ഷത്തിനടുത്ത ഫോളോവേഴ്സാണ് രേണുവിനുള്ളത്. ഇൻസ്റ്റഗ്രാമിലെ പുത്തൻ വരുമാന മാർഗമായ സബ്സ്ക്രിപ്ഷൻ സേവനം പരീക്ഷിച്ച് വൻ വിജയമാണ് രേണു സ്വന്തമാക്കിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ 2618 പേരാണ് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. പ്രതിമാസം 180 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ നിരക്ക്. 4,71,240 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ രേണു സ്വന്തമാക്കുന്നത്. ഇതുവരെ 20 റീലുകൾ, 58 സ്റ്റോറികൾ, 2 പോസ്റ്റ് എന്നിവയാണ് സബ്സ്ക്രൈബേഴ്സിനായി മാത്രം രേണു പങ്കുവച്ചിട്ടുള്ളത്. കൊല്ലം സുധിയുടെ മകൻ കിച്ചു നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ രേണുവിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾക്ക് കാരണമായിരുന്നു. സുധിയുടെ മരണസമയത്ത് ചിലർ ആഘോഷ മൂഡിലായിരുന്നുവെന്നും 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുവെന്നുമായിരുന്നു കിച്ചുവിന്റെ വാക്കുകൾ. ഇത് രേണുവിനെ ഉദ്ദേശിച്ചാണ് ുള്ള തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായതോടെ താരം പ്രതിരോധത്തിലായി. എന്നാൽ തന്റെ വാക്കുകളിൽ രേണു ഉണ്ടായിരുന്നില്ല എന്ന് കിച്ചു പിന്നീട് തിരുത്തി. ഇതിന് പിന്നാലെ രേണുവും വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരുന്നു. അതേസമയം കിച്ചു സുധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ തന്നെ നെഗറ്റീവ് പറയുന്നവർക്കെതിരെ പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു. പ്രമോഷനായി രേണു ദുബായിലായിരുന്ന സമയത്തായിരുന്നു തന്റെ ജീവിതകഥ വെളിപ്പെടുത്തി കിച്ചു എത്തിയത്. രേണുവിനെ അച്ഛൻ വിവാഹം ചെയ്ത ശേഷവും താൻ അനുഭവിച്ചത് ഒറ്റപ്പെടലായിരുന്നുവെന്നും ആർക്കും തന്നോട് ഇഷ്ടമായിരുന്നില്ല എന്നുമാണ് കിച്ചു പറഞ്ഞത്. ആ വീഡിയോ വൈറലായതോടെ രേണുവിനെതിരെ അതുവരെ പിന്തുണച്ച പ്രേക്ഷകർ അടക്കം തിരിഞ്ഞു. എന്റെ മോൻ എന്ന് പറയുന്നതിൽ രേണുവിന് ആത്മാർത്ഥതയില്ല എന്ന് മനസ്സിലായി എന്നായിരുന്നു വിമർശനം. പുതിയ വിവാദങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് രേണുവിന്റെ പുതിയ പ്രതികരണം വന്നത്. തന്നെ പിന്തുണയ്ക്കുന്ന 2 പേരുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ട് തന്നെ പോകുമെന്ന് രേണു പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മക്കളുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കണം. പ്രായപൂർത്തിയായ ആർക്കും എന്തും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. മോൻ കിച്ചുവിന്റെ പേരിൽ ഒരു വിവാദം നടക്കുന്നുണ്ട്. അവൻ ലൈവ് വഴി അവന് പറയാനുള്ളത് പറഞ്ഞു. ഇനി അതായിരിക്കും ചോദ്യങ്ങൾ. അതൊക്കെ നടക്കട്ടെ. അവരവരുടെ ഇഷ്ടമാണ് എന്ത് പറയണമെന്നത്. നമ്മുടെ ഇഷ്ടം നമ്മൾ പറയുന്നു. അതുപോലെ അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്. എൻ്റെ ഇളയ മകൻ ഒരു കൊച്ചുകുട്ടിയാണ്. അവന് വേണ്ടി എനിക്ക് ജീവിച്ചേ മതിയാകൂ. നല്ല ആളുകൾ രേണു സുധി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ചിന്തിക്കാറുള്ളത്. ഞാനിത് പറയുമ്പോൾ രേണു ഉയർന്ന ആൾക്കാരെ പറ്റി മാത്രം സംസാരിക്കുന്നുവെന്ന് ചിലർ പറയുമായിരിക്കും. അങ്ങനെയല്ല. വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുള്ളവർ എന്നെ ഈ നിമിഷം വരെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. വെറുതെ ചുറിയും കുത്തിയിരുന്ന ഒരു പണിയുമില്ലാതെ നടക്കുന്ന അലവലാദികൾ മാത്രമാണ് എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് കുറ്റം പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. 100 പേര് നെഗറ്റീവ് പറഞ്ഞാലും 2 പേർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് മതി എനിക്ക്. മുന്നോട്ട് പോകും, ഞാൻ മുന്നോട്ട് പോകും. ഇനി ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രശ്നമുണ്ടായാലും രേണു സുധി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് വരെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ പ്രചരിച്ചിരുന്നു. മദ്യപിച്ച് വഴിയിൽ കിടന്ന രേണുവിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു അന്ന് പ്രചരിച്ചത്. ഉദ്ഘാടനവും അതോടൊപ്പം പ്രമോഷനും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ദുബായിൽ വന്നത്. അതെന്റെ വരുമാന മാർഗമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണമല്ലോ.
ഫോൺ തുറന്നാൽ രേണുസുതി ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിലും രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. എന്നെ കുറ്റം പറയുന്നവർക്കും ആഗ്രഹമുണ്ട് ഇവരുടെ മുഖവും ഇതുപോലെ വരണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. 3 ലക്ഷമാണ് മാസവരുമാനം. എന്റെ വളർച്ച ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ടിപ്പിക്കൽ മലയാളീസ്, അതാണ് സത്യം. രേണുസുതി എന്ന പേര് പറയുന്നവർക്കെല്ലാം റീച്ചാണ്. അവരുടെ ഫോളോവേഴ്സ് കൂടും, അക്കൗണ്ടിന് റീച്ച് വരും. എന്നെക്കുറിച്ച് വീഡിയോ ഇടാൻ അത് അവർക്ക് പ്രചോദനമാണ്. രേണുസുതിക്ക് ഒരു ഇക്കോ സിസ്റ്റമായി വളർന്നു കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർ പറഞ്ഞതെന്നും രേണു പറഞ്ഞു. അതേസമയം താനൊരു പുതിയ വീട് വാങ്ങിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് രേണു വെളിപ്പെടുത്തിയിരുന്നു. ദൈവം സഹായിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ താൻ സ്വന്തമായ ഒരു വീട് വാങ്ങിക്കുമെന്നാണ് രേണു പറഞ്ഞിരുന്നത്. എന്നാൽ എവിടെയെന്നോ എങ്ങനെയുള്ള വീടാണ് എന്ന കാര്യങ്ങളൊന്നും രേണു വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ രേണുവിന്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പലരും പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. ആ വീട്ടിൽ താമസിക്കേണ്ട, രേണു വാടകയ്ക്ക് ഒരു കൊച്ചു വീടെടുത്ത് റീൽസ് ഒക്കെ ചെയ്ത് ജീവിക്കുക. ആരുടെയും അടിമ ആവാൻ ഇനിയും നിൽക്കരുത്. നിങ്ങളോട് ഇഷ്ടം മാത്രം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. വരുന്നവരും പോകുന്നവരും താമസിക്കുന്നുവെന്ന് കുറ്റം പറയുന്നവർ ഒന്ന് ഓർത്താൽ കൊള്ളാം. രേണു നിന്റെയൊന്നും വീട്ടിലേക്കല്ല മാതാപിതാക്കളെയും അവരുടെ ബന്ധുക്കളും കൊണ്ടുവരുന്നത്. അവർക്ക് അർഹതപ്പെട്ട വീട്ടിൽ തന്നെയാ അവർ താമസിക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. വീടിന് മുകളിൽ ഷീറ്റ് പാകിയതിന്റെ അശാസ്ത്രീയമായ കാരണം വീട്ടിൽ ചൂട് കൂടുതലാണെന്നും മഴയത്ത് ചോരാറുണ്ടെന്നും ഒരിക്കൽ രേണു ആരോപണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീടിന്റെ നിർമ്മാതാക്കളും ബിഷപ്പും എല്ലാം രേണുവിനെതിരെ തിരിഞ്ഞത്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാത്ത രേണു ഇപ്പോൾ താൻ സ്വന്തമായി ഒരു വീട് വാങ്ങിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്.